everyone, in this video, transfer of learning and the topic we discuss. So this topic comes under teaching aptitude. So recent IELTS exams we explore, especially December 2023 exams we very recent we explore in the area transfer of learning we consider. So we this topic എങ്ങനെയാണ് questions വരുന്നത് അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളൊരു ക്ലാരിറ്റി ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതിന് വേണ്ടി എൻ്റെ യുജിസിനെ ഡിസംബർ 2023 പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ആൻഡ് ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി എക്സ്പ്ലോറിംഗ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് transfer of learning. Okay, അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. So this is the question. When competent readers encounter new sentences in their native language, they read them automatically is an example of dash learning, and we have various kinds of options given here: high road transfer, near transfer, low road transfer and far transfer. But a question എന്താ തന്നിരിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. When competent readers encounter new sentences in their native language, they read them automatically. അതായത് നമ്മുടെ തന്നെ നേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിലുള്ള ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് എവിടെ കണ്ടാലും വളരെ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. ഇത് എന്ത് തരത്തിലുള്ള ലേണിംഗ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസും 4 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിന് പുറമെ മറ്റ് ചില ടൈപ്സ് ഉണ്ട്. ഇവിടെ ഹൈ റോഡ്, നിയർ, ലോ റോഡ്, ഫാർ ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതല്ലാതെ പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ നമുക്ക് സബ് ടൈപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഈ സെഷനിൽ ഈ തന്നിരിക്കുന്ന 4 ടൈപ്സ് ആയിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ഡിഫറെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് പ്രൈമർലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ന്യൂ ലേണിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷൻസ്. അതായത് വി ആർ ട്രാൻസ്ഫറിങ് ദ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു കാര്യം ഒരു സമയത്ത് പഠിക്കുന്നു, ആ പഠിച്ച കാര്യത്തെ മറ്റൊരു സിറ്റുവേഷനിൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് മീൻസ് ദ യൂസ് ഓഫ് പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ന്യൂ ലേണിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷൻസ്. അതായത് നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്ന സ്കില്ല് ആ പുതിയ സിറ്റുവേഷനിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ആ പുതിയ കാര്യം പഠിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു യൂസേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റനിൽ കണ്ടത് 4 തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ആണ്. സോ ആ ഓരോ ടൈപ്പും നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനകത്ത് ഈ 4 ടൈപ്സിൽ 2 വീതമായിട്ട് നമുക്കതിനെ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലൊരു കമ്പാരിസണിലൂടെ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഹൈ റോഡ് ട്രാൻസ്ഫറും ലോ റോഡ് ട്രാൻസ്ഫറുമാണ്. എന്താ ഈ ഹൈ റോഡും ലോ റോഡും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഹൈ റോഡ് ട്രാൻസ്ഫർ occurs when the learner consciously and deliberately or mindfully evaluates the new situation and applies previous learning to it. And low road transfer occurs when well-established skills transfer spontaneously, even automatically. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ഈ ഹൈ റോഡ് ട്രാൻസ്ഫർ, ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ആലോചിച്ച് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് ഓർമ്മയിൽ നിന്നെടുത്ത് നമ്മൾ വളരെ ഡെലിബറേറ്റായി, കോൺഷ്യസ് ആയി, ശ്രദ്ധയോടുകൂടി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യത്തെ ഈ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അതിനെയാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുകയാണ്. പക്ഷേ ആ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് വളരെ കോൺഷ്യസ് ആയി ആ പഴയ കാര്യത്തെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡെലിബറേറ്റ് ആയി കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരികയാണ് ഇതിനു മുമ്പ് പഠിച്ച സ്കില്ല് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ. എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. ഇനി ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു കാര്യം, അത് നമുക്ക് നന്നായി അറിയാവും, നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യത്തെ വളരെ നാച്ചുറലി ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പേ കണ്ട ആ ക്വസ്റ്റിനകത്ത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഭാഷയിൽ ഒരു സെൻറ്റൻസ്, നമ്മുടെ മാതൃഭാഷയിൽ ഒരു സെൻറ്റൻസ് നമ്മൾ കണ്ടാൽ
അതിനകത്ത് വളരെയധികം ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ എഫേർട്സ് ഇടേണ്ടി വരില്ല. നമുക്കറിയാം, നമ്മൾ നോക്കും, വളരെ ഈസി ആയിട്ട് നമ്മളത് വായിക്കും. അത് വളരെ സ്പോണ്ടേനിയസ് ആയി ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഹൈ റോഡ് ട്രാൻസ്ഫറിൽ എന്താ, നമ്മൾ ഡെലിബറേറ്റ് ആയി കോൺഷ്യസ്ലി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ റോഡ് ട്രാൻസ്ഫർ ആൻഡ് ലോ റോഡ് ട്രാൻസ്ഫർ. അപ്പോൾ ഹൈ റോഡ് ട്രാൻസ്ഫറിൽ ഒരു കോൺഷ്യസ് ഡെലിബറേറ്റ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടേണ്ടതായിട്ട് വരുന്നുണ്ട് ടു ട്രാൻസ്ഫർ ദിസ് ഓൾറെഡി അക്വയർഡ് നോളജ് ടു ദി പ്രസന്റ് സിനാരിയോ ഓർ സിറ്റുവേഷൻ. ബട്ട് ഇൻ ലോ റോഡ് ട്രാൻസ്ഫർ വാട്ട് ഹാപ്പൻസ് ഇസ് വളരെ ഓട്ടോമാറ്റിക്കായി സ്പോണ്ടേനിയസ് ആയി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആ സ്കില്ലിനെ പുതിയ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത രണ്ട് ടൈപ്സ് കൂടെ നമ്മൾ ഓപ്ഷനിൽ കണ്ടു. എന്തൊക്കെയായിരുന്നു അത്? നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും. എന്താണ് നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസം? Near transfer occurs when many elements overlap between the conditions in which the learner obtained the knowledge or skill and the new situation.
Far transfer occurs when the new situation is very different from that in which learning occurred. എന്ന് പറഞ്ഞാൽ ഈ നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മൾ ഒറിജിനലി ഒരു കാര്യം പഠിച്ച സിറ്റുവേഷനും നമുക്ക് ലേറ്റർ ഓൺ അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനും തമ്മിലുള്ള സിമിലാരിറ്റിയിൽ വരുന്ന ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി, അതിനെയാണ് ബേസിക്കലി ഈ രണ്ട് ക്ലാസിഫിക്കേഷനും നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് നിങ്ങളൊരു കാര്യം പഠിച്ചു, ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് മേ ബി അല്ലെങ്കിൽ ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചു. ആ പഠിച്ച സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് പഠിച്ച സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനും സംവാട്ട് സിമിലർ ആണ്. നിങ്ങൾക്ക് വളരെ ഈസിയായി ആ പഠിച്ച പോലെ തന്നെ ഉള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് മോർ ഈസിയർ. അതിനെയാണ് നമ്മൾ നിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്കില്ല് നമ്മൾ പഠിക്കാനായിട്ട് എടുത്ത ഒറിജിനൽ സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ എന്താ, ഇറ്റ് ഇസ് സംവാട്ട് സിമിലർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കാം, നമ്മളൊരു സ്കില്ല് പഠിച്ചു, പക്ഷെ ആ സ്കില്ല് പഠിച്ച സിറ്റുവേഷനും നമ്മളത് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ചില റെഫറൻസസിലൊക്കെ എക്സാമ്പിളായിട്ട് നമ്മൾ കാണുന്ന ഒരു പോയിന്റാണ് ഫാർ ട്രാൻസ്ഫർ. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവാം. ബിസിനസ് തുടങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി ആസ്പെക്ട്സ് പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ വന്നാൽ ഹൗ ടു ഡീൽ വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ആശയങ്ങളൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ വെൻ യു സ്റ്റാർട്ട് ദ റിയൽ ബിസിനസ് ആസ് സച്ച്, നിങ്ങളത് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സിറ്റുവേഷൻ മീബി നിങ്ങൾ പഠിച്ച തിയറിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അയാൾ നിങ്ങളോട് ഇടപെടുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ തിയററ്റിക്കലി പഠിച്ചു വെച്ചപ്പോൾ അയാൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വിപരീതമായി അല്ലെങ്കിൽ വിഭിന്നമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും റിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ അവിടെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ചില ഓൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ സിറ്റുവേഷനിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഫാർ ട്രാൻസ്ഫർ. ഇതാണ് നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലേണിംഗ് സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനും സിമിലർ ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫാർ ട്രാൻസ്ഫറിൽ സംഭവിക്കുന്നത് എന്താ, ഒറിജിനലി നമ്മൾ ഈ കാര്യം പഠിച്ച സിറ്റുവേഷനും എന്നാൽ നമുക്ക് എൻകൗണ്ടർ ചെയ്യുന്ന റിയൽ സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. ഇനി ഒന്നുകൂടി ആ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം നമുക്ക്. നിയർ ട്രാൻസ്ഫർ occurs when many elements overlap between the conditions in which the learner obtained the knowledge or skill and the new situation. Far transfer occurs when the new situation is very different from that in which learning occurred. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? When competent readers encounter new sentences in their native language, they read them automatically. Is an example of dash learning. And we have various options given here: high road transfer, near road transfer, lower road transfer and far transfer. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ആൻസർ, റൈറ്റ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു റീഡർ അയാളുടെ നേറ്റീവ് ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ വളരെ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ നമ്മുടെ ഭാഷ മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിലൊരു സെൻറ്റൻസ് നമ്മൾ കണ്ട് ഈസിയായി നമ്മളത് വായിക്കും. അതിനകത്ത് നമ്മളിങ്ങനെ കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ട് ഇത് ഏത് അക്ഷരം ഏതാ വാക്ക് എന്നൊന്നും നമ്മൾ കോൺഷ്യസ്ലി ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടതായിട്ട് വരില്ല. വളരെ ഈസി ആയിട്ട് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. അതൊരു വളരെ ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണ് ബേസിക്കലി, ദാറ്റ് ഈസ് ലോ റോഡ് ട്രാൻസ്ഫർ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. സോ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന വളരെ റീസെൻറ്റ് എക്സാമ്പിൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഒരു 4 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ് നമ്മൾ നോക്കി. 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പുറമെ വേറെയും ടൈപ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പോസിറ്റീവ്, നെഗറ്റീവ്, ബൈലാറ്ററൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്സ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ നെറ്റ് എക്സാം, നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ യു കെൻ ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് വെൽ. ആൻഡ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ 4 എണ്ണം പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന ടൈപ്സ് കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നായിരിക്കും. സോ ദിസ് ഈസ് ഹൗ യു ലേൺ ന്യൂ തിങ്സ് അല്ലേ. നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും ജസ്റ്റ് ഗോ ത്രൂ ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ജസ്റ്റ് അനലൈസ് ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അത് ഏത് രീതിയിൽ പഠിക്കണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും പേപ്പർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. സോ ഇങ്ങനെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ആപ്പിൾ ബി അക്കാഡമീസ് കോഴ്സസ്. നമുക്ക് ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. സോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.